വെൽക്കം ബാക്ക് ടു വൺവെസ്റ്റർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പെന്നി സ്റ്റോക്സിനെ കുറിച്ചാണ്. പെന്നി സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, 5 പൈസ മുതൽ 10 രൂപ വരെയുള്ള സ്റ്റോക്സിനെയാണ് നമ്മൾ പെന്നി സ്റ്റോക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് യൂണിടെക്, സൂസ്ലോൺ, GP അസോസിയേറ്റ്, GVK പവർ, അതുപോലെ കിങ്ഫിഷർ ഒക്കെ. ഈ മെൻഷൻ ചെയ്ത പല സ്റ്റോക്കുകളും ഒരിക്കലും ബ്ലൂ ചിപ്പ് കമ്പനികളായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം യൂണിടെക്കും സൂസ്ലോണൊക്കെ എന്ന് പറഞ്ഞാൽ സെൻസെക്സ് സ്റ്റോക്കുകളായിരുന്നു. അതുപോലെ പെൻറ്റാമീഡിയ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ 2000 രൂപയിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. ഇപ്പം 50 പൈസയേ ഉള്ളൂ. ആൾക്കാർ പെന്നി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ 2 റീസണാണ് പ്രൈമറിലി കാണുന്നത്. അതിൽ ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി മീഡിയയിലെല്ലാം നമുക്ക് കാണാം 1 രൂപയിൽ നിന്ന് 10 രൂപ എത്തിയിട്ടുള്ള സ്റ്റോക്സ്, അതായത് 300%, 200%, 500% റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്സിൻ്റെ ലിസ്റ്റ് കാണാം. അപ്പം അത് കാണുമ്പോൾ ആദ്യമേ നമുക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അന്ന് 1000 രൂപ ഇട്ടിരുന്ന് ഇന്ന് 10,000 രൂപ ആവുമായിരുന്നല്ലോ, അല്ല 10,000 രൂപ ഇട്ടിരുന്ന് ഇന്ന് ഒരു വർഷം കൊണ്ട് 1,00,000 രൂപ ആവുമായിരുന്നല്ലോ എന്നിങ്ങനെയാണ് ആദ്യം നമ്മുടെ തോട്ട് പോകുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ TCS പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അയാൾക്ക് 18,000 രൂപ ഉണ്ടെങ്കിൽ TCSൻ്റെ 10 ഷെയറേ കിട്ടത്തുള്ളൂ. പക്ഷേ 18,000 രൂപ ഇടുവാണെങ്കിൽ അയാൾക്ക് 36,000 പെൻറ്റാമീഡിയയുടെ സ്റ്റോക്ക് കിട്ടുന്നതായിരിക്കും. TCS ഇപ്പം ഡബിൾ ചെയ്യുവാണെങ്കിൽ അയാളുടെ 18,000 ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 36,000 ആവും. പക്ഷേ അയാൾ നോക്കുന്നത് പെൻറ്റാമീഡിയയുടെ ആണെങ്കിൽ അയാളുടെ 36,000 ഷെയർ ഉണ്ട്, അതൊരു 50 പൈസയിൽ നിന്ന് 10 രൂപ എത്തുവാണെങ്കിൽ അയാൾക്ക് 3,60,000 രൂപ കിട്ടുമല്ലോ എന്നായിരിക്കും. ഇനി ഞാൻ പെന്നി സ്റ്റോക്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് പറയാൻ പോകുന്നത്. പെന്നി സ്റ്റോക്സിൽ ഞാൻ കാണുന്ന ഒരേ ഒരു അഡ്വാൻറ്റേജേ ഉള്ളൂ, അതായത് ഹ്യൂജ് റിസ്ക്കും ഹ്യൂജ് റിട്ടേണും. ഒരു വർഷം കൊണ്ട് തന്നെ 10 ഇരട്ടിയും 20 ഇരട്ടിയും ഒക്കെ ആകാൻ ചാൻസ് ഉള്ളത് പെന്നി സ്റ്റോക്സ് മാത്രമാണ്. അത് ഒരു കാലത്തും ഒരു ഇൻഫോസിസും TCSോ ബ്രിട്ടാനിയോ ഹിന്ദുസ്ഥാൻ ലീവറോ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നില്ല. ഇനിയും പെന്നി സ്റ്റോക്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ആക്ച്വലി അതാണ് അതിന് കൂടുതലും. അതിൽ ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 100 പെന്നി സ്റ്റോക്സ് എടുക്കുകയാണെങ്കിൽ അതിലൊരു 5-10 എണ്ണം ആയിരിക്കും മേ ബി പോസിറ്റീവ് റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെന്നി സ്റ്റോക്സ് എല്ലാം പെന്നി സ്റ്റോക്സ് ആയിട്ട് തന്നെ സ്റ്റേ ചെയ്യാനൊരു റീസൺ കാണുമായിരിക്കും. ആ റീസൺ എന്താണെന്ന് ഒരുപക്ഷെ നമുക്കറിയത്തില്ലായിരിക്കും. സോ അതറിയാതെ ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലോ ലിക്വിഡിറ്റിയാണ്. പെന്നി സ്റ്റോക്സിനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു 1,00,000 ഷെയർസ് വാങ്ങിക്കാനും വിൽക്കാനും നിങ്ങൾക്ക് പറ്റത്തില്ല, കാരണം അതിനനുസരിച്ചുള്ള ബയേഴ്സും സെല്ലേഴ്സും മാർക്കറ്റിൽ കാണത്തില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ഇൻഫോസിസോ TCSോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ലീവറോ ലാർസൺ ആൻഡ് ടൂബ്രോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ബൈ ചെയ്യാനും സെല് ചെയ്യാനും നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്കറ്റിൽ നിന്ന് പറ്റും. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പെന്നി സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വോളറ്റൈൽ ആയിരിക്കും. അതായത് ഇന്നിപ്പം ഒരു കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത 10 ദിവസത്തേക്ക് അത് അപ്പർ സർക്യൂട്ടിലാണ്, പിന്നെ അടുത്ത 10 ദിവസത്തേക്ക് അത് ഡൗൺ സർക്യൂട്ടിലായിരിക്കും. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പെന്നി സ്റ്റോക്സിൻ്റെ പ്രൈസസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വോളിയം ഭയങ്കര ലോ ആണ്. സോ 1 രൂപയുടെ ഒരു സ്റ്റോക്കിനെ 2 രൂപയാക്കാനും അതിൽ അവിടുന്ന് 4 രൂപയാക്കാനും ഭയങ്കര ഈസി ആയിരിക്കും. അതിന് കുറച്ച് മാർക്കറ്റ് പ്രൈസ് മാത്രം വിചാരിച്ചാൽ മതി. സോ അതിൻ്റെ ആ ഇമ്മീഡിയറ്റ് റിട്ടേൺ കണ്ടിട്ട് എൻട്രി ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനായിരിക്കും അതിനകത്ത് ആക്ച്വലി ലോസ് സംഭവിക്കാൻ പോകുന്നത്. ഇതെല്ലാം കേട്ടിട്ടും നിങ്ങൾക്ക് പെന്നി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഒരു കാര്യം നോക്കിയാൽ മതി. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് റിയൽ കമ്പനീസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് അതിന് ഗ്രോത്ത് ഉണ്ടോ, റിയൽ പ്രോഡക്ട്സ് ഉണ്ടോ, നല്ല മാനേജ്മെൻറ്റ് ആണോ എന്നൊക്കെ. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് നോക്കുക, അവരുടെ ഹോൾഡിങ്സ് ഓവർ ടൈം കൂടുവാണോ കുറയുവാണോ നോക്കുക. മൂന്നാമത്തെ കാര്യം അതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കുകളൊക്കെ അപ്പർ സർക്യൂട്ടിലും ലോവർ സർക്യൂട്ടിലും പോകുമ്പോൾ അതിനൊരു ജെന്യൂൻ റീസൺ ഉണ്ടോ നോക്കുക. അതായത് റാൻഡമായിട്ട് ചുമ്മാ അങ്ങ് അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കുകയാണോ, അതോ ഒരു ന്യൂസ് ബേസ്ഡ് തന്നെ ജെന്യൂൻ ആയിട്ട് തന്നെയാണോ അത് മൂവ് ചെയ്യുന്നത് നോക്കുക. എന്നിട്ടും ഇത് 3 കാര്യത്തിൽ നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രമേ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ. എന്നാലും ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്താണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാൻ. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ, അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.